നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വന്ന് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ചേരിപ്പോരായി മാറുന്നു. എസ് എഫ് ഐക്ക് ഡിവൈഎഫ്ഐ കണ്ടുകൂടാത്ത അവസ്ഥ, ഡിവൈഎഫ്ഐക്ക് എസ് എഫ് ഐ കണ്ടുകൂടാത്ത അവസ്ഥ. പലതരത്തിലേക്കും വാർത്തകൾ അങ്ങനെ വരികയാണ്. സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ തർക്കം പരിഹരിക്കാനെത്തിയ എസ് എഫ് ഐ പ്രവർത്തകരെ ഡിവൈഎഫ്ഐക്കാർ മർദ്ദിച്ചു. ഞായറാഴ്ച വൈകിട്ട് 4-ന് മണക്കാല ജംഗ്ഷനിൽ എസ് എഫ് ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പ്രണവ് ഉൾപ്പെടെ 5 പേർക്കാണ് പരിക്കേറ്റത്. കാറിലെത്തിയ ഡിവൈഎഫ്ഐ സംഘം ഇവരെ മർദ്ദിക്കുകയായിരുന്നു. 2 ദിവസം മുൻപ് കടമ്പനാട് കല്ലുംകുഴിയിലുള്ള സ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിൽ സീനിയർ ജൂനിയർ വിഷയം ഉണ്ടായിരുന്നു. ഇത് പിന്നീട് സമൂഹ മാധ്യമങ്ങളിലൂടെ വെല്ലുവിളികളായി മാറി. തുടർന്ന് ഒരു വിദ്യാർത്ഥിയുടെ സഹോദരൻ വിഷയത്തിൽ ഇടപെട്ടു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് സംഘർഷമുണ്ടായതെന്നാണ് പോലീസ് പറയുന്നത്. മർദ്ദനമേറ്റവർ അടൂർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. അതേസമയം ഡിവൈഎഫ്ഐക്ക് പ്രശ്നവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് നേതാക്കൾ അറിയിച്ചു. പക്ഷെ അപ്പോഴും ആ സ്ഥലത്ത് ഈ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ എന്നുള്ളൊരു സംഘർഷം അത് ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അത് കുട്ടികൾക്കിടയിലും അതുപോലെ തന്നെ മർദ്ദനം കിട്ടിയവർക്കും മർദ്ദിച്ചവർക്കും ഇടയിലും വലിയൊരു പക അത് ഇപ്പോഴും കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള പകകളാണ് പിന്നീട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നമ്മൾ കണ്ടതാണ്. അരും കൊല നടന്നത് പകയുടെ വെളിച്ചത്തിലായിരുന്നു എന്നുള്ളത്. അങ്ങനെ ഇത്തരം പകകളാണ് പിന്നീട് ഭാവിയിൽ വലിയൊരു ആക്രമണമായി മാറുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരം പകകൾ മുളയിലേ നുള്ളിയില്ലെങ്കിൽ വലിയ വലിയ കൊലപാതകങ്ങളിലേക്ക് നയിക്കുമെന്നത് നമ്മളുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന പല കൊലപാതകങ്ങളുടെ ചുരുളഴിക്കുമ്പോഴും വ്യക്തമാകുന്ന ഒന്നാണ്. എന്തായാലും ഡിവൈഎഫ്ഐക്കും കിട്ടി, എസ് എഫ് ഐക്കും കിട്ടി.